എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 19-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hskp.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ മതിയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. കാരണം മുൻ വർഷങ്ങളിലൊക്കെ പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയും ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത്, അതായത് അവർ ഓപ്ഷൻ വെക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മാറിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടിയ ശേഷം എനിക്ക് ആദ്യത്തെ സീറ്റ് തന്നെ മതി എന്ന് പല വിദ്യാർത്ഥികളും പറയാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് നിങ്ങൾ അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കണം. ആദ്യം കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് ഇപ്പോൾ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് മതിയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതാണ്. ഇനി ആർക്കൊക്കെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് നിലവിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെർമനന്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക്, അതായത് സ്ഥിര പ്രവേശനം എടുത്ത വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹയർ സെക്കൻഡറി, അതായത് HSC വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കണം, അത് സ്ഥിര അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് ആർക്കൊക്കെ, അതായത് ഏതൊക്കെ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ഈ ഒരു ലിങ്ക് മുഖേനയോ അതല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് മുഖേന അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുമോ, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സപ്ലിമെന്ററിക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റിൽ ചിലപ്പോൾ അപേക്ഷിക്കാനായിട്ടുള്ള അവസരം കിട്ടുന്നതാണ്. കാരണം സാധാരണയിൽ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെന്ററിക്ക് ശേഷമാണ് ട്രാൻസ്ഫർ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത്തവണ അത് സെക്കൻഡ് സപ്ലിമെന്ററിക്ക് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക, ഏതൊക്കെ അലോട്ട്മെന്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റ്, ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെന്ററി, അതുപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ള സെക്കൻഡ് സപ്ലിമെന്ററി, ഈ ഒരു അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ തരത്തിലാണ് ട്രാൻസ്ഫർ വയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ്. ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടുക. അങ്ങനെ പെർമനന്റ് അഡ്മിഷൻ നേടിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ വേറെ കോഴ്സിലേക്ക് മാറാനായിട്ട് ആഗ്രഹം ഉണ്ടാകും. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ A എന്നൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെങ്കിൽ എനിക്കിപ്പോൾ A എന്ന സ്കൂളിൽ തന്നെ എനിക്ക് ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഈ ഒരു കൊമേഴ്സിലേക്കോ മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ നിന്ന്, അതായത് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, എന്നാൽ സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ല വേറെ ഏതെങ്കിലും കോഴ്സാണ് കിട്ടിയത് എന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറാതെ വേറെ സ്കൂളിലേക്ക് മാറാൻ വേണ്ടി ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ കോഴ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ആദ്യത്തേതെന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ കോഴ്സ് മാത്രമായിട്ട് മാറാം. ആ സ്കൂൾ മാറുന്നില്ല, എന്നാൽ അവിടെ കോഴ്സ് മാറാം. ആ ഒരു സെയിം സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്ക് മാറാം. അതുപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറാതെ തന്നെ സ്കൂൾ മാത്രമായിട്ട് മാറാം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറേണ്ടതായിട്ട് ആഗ്രഹിക്കുന്നതാം, അതുപോലെ കോഴ്സും വേണ്ട, അതുകൊണ്ട് കോഴ്സ് മാറണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അതായത് ഈ ഒരു രീതിയാണ്, അതായത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 3 രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഒരു സ്കൂളിൽ തന്നെ വിവിധ കോഴ്സുകളിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ എന്ന സ്കൂൾ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ വേറെ കോഴ്സ് ഏതെങ്കിലും ആണ് കിട്ടിയതെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ എന്ന സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്കൂളിൽ ബയോളജി സയൻസിലേക്ക് മാറണം, ഇനി അതല്ലെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറണം, ഇനി അതല്ലെങ്കിൽ എനിക്ക് കൊമേഴ്സിലേക്ക് മാറണം. എനിക്ക് ഇങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ, അതായത് ഒരു സെയിം സ്കൂളിൽ തന്നെ വിവിധ കോഴ്സുകളിലേക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് സെയിം സ്കൂളിലേക്കും അതുപോലെ തന്നെ വേറെ സ്കൂളിലേക്കും വേണമെങ്കിൽ ഓപ്ഷൻ വെക്കാം. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവൂ. ഇത് നിങ്ങളോട് വീണ്ടും പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഇപ്പോൾ
കിട്ടിയുള്ള സീറ്റിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു കോഴ്സ് തന്നെ മതി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പായിട്ട് മാറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാവൂ. അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാൻ പാടില്ല. കാരണം അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ നിങ്ങൾ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട്, അതായത് അപേക്ഷ ഓപ്ഷൻ കൊടുത്തു അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാനോ അതുപോലെ ഡിലീറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയാൽ അത് വേണ്ടെന്ന് വെക്കാനും സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ 0 വേക്കൻസി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഒരു BN സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് കൊടുത്തു. അങ്ങനെ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ അഡ്മിഷൻ ക്യാൻസൽ ആവുകയും ഇവിടെ നിങ്ങൾക്ക് 0 വേക്കൻസി ആദ്യം ഉണ്ടായിരുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് വേറെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിച്ചത് കാരണം അവിടെ ഒരു വേക്കൻസി വരികയും വേറൊരു വിദ്യാർത്ഥിക്ക് ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യം മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ എല്ലാവർക്കും കിട്ടണം എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. കാരണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് ആ ഒരു സ്കൂളിലെ കോഴ്സിൻ്റെ എത്ര വേക്കൻസി അവിടെ ഒഴിവുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ വിദ്യാർത്ഥികൾ അവിടെ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ വേറെ സ്കൂളിലേക്കോ വേറെ കോഴ്സിലേക്കോ മാറാനായിട്ട് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ട്, അങ്ങനെ അവർക്ക് ആർക്കൊക്കെയാണ് ട്രാൻസ്ഫർ കിട്ടുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ WGPA എത്രയാണ്, അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ വേറെ വിദ്യാർത്ഥികളും ആ ഒരു കോഴ്സിലേക്ക് ആ ഒരു സ്കൂളിലേക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ WGPA ആർക്കാണ് കൂടുതൽ എന്നിവ ഒക്കെ നോക്കിക്കൊണ്ടാണ് അപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന ഓരോ സ്കൂളിലെ ഓരോ കോഴ്സിലേക്കും ഓരോ റാങ്ക് ലിസ്റ്റ് വീതം സോഫ്റ്റ്വെയർ തയ്യാറാക്കുകയും അത് പ്രകാരം നിങ്ങൾക്ക് ആർക്കാണോ മുൻഗണന അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോഴ്സ് തന്നെ മതിയോ ഇനി അല്ലെങ്കിൽ വേറെ കോഴ്സിലേക്ക് മാത്രം ട്രാൻസ്ഫർ വെക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എനിക്കിപ്പോൾ പഠിക്കാനായിട്ട് ആഗ്രഹം, എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് ആ സെയിം സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ എനിക്കിപ്പോൾ ബയോളജി സയൻസോ അതല്ലെങ്കിൽ കൊമേഴ്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇതിൽ ഏതെങ്കിലും കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അത് മാത്രമായിട്ട് ഓപ്ഷൻ കൊടുക്കണം. ഇനി അതല്ല, എനിക്കിപ്പോൾ ബയോളജി സയൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഒരു കൊമേഴ്സ് ആണ് താല്പര്യമുള്ളതെങ്കിൽ ആദ്യം ഞാൻ എപ്പോഴും എനിക്കിപ്പോൾ വേറെ ഒരു സ്കൂളിലേക്ക് കൂടി അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഏതെന്ന സ്കൂളിൽ ബയോളജി സയൻസ്, പിന്നീട് അടുത്തതായിട്ട് ഏത് സ്കൂളിലാണോ വേണ്ടത് അവിടെ ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ കൊടുക്കണം. അതിനുശേഷം മാത്രമേ പിന്നീട് കമ്പ്യൂട്ടർ സയൻസിലേക്കും എല്ലാ സ്കൂളിലേക്കും കൊടുത്ത ശേഷം പിന്നീട് കൊമേഴ്സിലേക്കും കൊടുക്കേണ്ടത്. അതായത് എല്ലാ സ്കൂളിലും എന്ന് പറയുമ്പോൾ ഞാൻ അഡ്മിഷൻ നേടാനായിട്ട് അത് ട്രാൻസ്ഫറായി ഏത് സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ ആ ഒരു സെയിം സ്കൂളിൽ വേറെ കോഴ്സിലേക്കാണോ മാറാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് കോഴ്സിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാവൂ. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ അലോട്ട്മെൻറ്റുകൾക്ക് ഓപ്ഷൻ കൊടുത്തതുപോലെ ഹ്യൂമാനിറ്റീസിലേക്കൊന്നും എനിക്കിപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ഞാൻ നേരിട്ട് ആ ഒരു ബയോളജി സയൻസിലേക്ക് മാത്രമേ ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളൂ, അല്ലാതെ ഹ്യൂമാനിറ്റീസിലേക്ക് കൊണ്ടുപോയിട്ട് ഓപ്ഷൻ കൊടുക്കരുത്. ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ സയൻസ് ഒക്കെ പഠിക്കാനായിരിക്കും താല്പര്യം, എന്നാൽ ഹ്യൂമാനിറ്റീസിലൊക്കെ അറിയാതെ ഓപ്ഷൻ വെച്ചത് കാരണം നിങ്ങൾക്ക് അങ്ങനെ മാറ്റം കിട്ടുകയാണെങ്കിൽ പിന്നീട് അത് മാറുന്നതിനായിട്ട് വീണ്ടും ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം പറയുന്നത്. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ സ്കൂൾ വൈസ് വേക്കൻസീസ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു വേക്കൻസി നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ഒരു വേക്കൻസിയിൽ ചില സ്കൂളിൽ ചില കോഴ്സിന് 0 വേക്കൻസി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ അതും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളോട് പറഞ്ഞു, അതായത് ഈ ഒരു SWS ലിങ്ക് മുഖേനയോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ലിങ്ക് മുഖേന അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ലിങ്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലായിരുന്നോ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ജില്ല എന്നിവ കൊടുക്കുക. അതായത് ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി, അതുപോലെ ഏത് കോട്ടയിലാണോ അലോട്ട്മെന്റ് കിട്ടിയത്, ഇപ്പോൾ സ്പോർട്സ് കോട്ടയാണോ അല്ലെങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേനയാണോ അലോട്ട്മെന്റ് കിട്ടിയത്, ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു ഏത് ആപ്ലിക്കേഷൻ നമ്പർ ഏത് പാസ്വേഡ് ഏത് ജില്ല വെച്ച് കൊണ്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനിലാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് വരുന്ന പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ഒരു SSLC രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ചിലപ്പോൾ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാം. എന്നാൽ സാധാരണ ഇതിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അഥവാ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പോൾ അവിടെയുള്ള കോഴ്സ് വരും. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള നിങ്ങളുടെ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. അതിന് സേവ് എന്ന് പറയുമ്പോൾ അത് അവിടെ സേവ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ടുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ലാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ സ്ഥാനം ക്രമീകരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ സ്കൂളിൻ്റെ കോഡ് കൊടുക്കാനുള്ള ഭാഗം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു സ്കൂൾ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കോഴ്സ് വരും. അപ്പോൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം ഉണ്ടാകും. അതുപോലെ തന്നെ സേവ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത്
സ്കൂളിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സെയിം സ്കൂളിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ തന്നെയാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത്. കോഴ്സ് മാറാനായിട്ടാണെങ്കിൽ ആ ഒരു സെയിം സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് മാറേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി അടുത്ത വേറെ സ്കൂൾ വേണമെങ്കിൽ അതിനനുസരിച്ച് സ്കൂൾ കോഡ് അതുപോലെ തന്നെ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സേവ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനുകളൊക്കെ താഴെ ലിസ്റ്റഡ് ആയിട്ട് സീരിയൽ നമ്പർ അതുപോലെ തന്നെ സ്കൂളിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് എഡിറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് ഇതേ രീതിയിൽ അവിടെ ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ പ്രയോറിറ്റി അതായത് മുൻഗണന പ്രകാരം മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. വേണ്ടാത്ത ഓപ്ഷൻസോ അല്ലെങ്കിൽ സ്കൂളോ കോഴ്സോ ഒന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ഏത് കോഴ്സിലേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന സ്കൂളോ കോഴ്സോ അല്ലെങ്കിൽ മാറിപ്പോയിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇങ്ങനെ നൽകിയ ശേഷം വിദ്യാർത്ഥികൾ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, അതായത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഐ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് കാണാൻ പറ്റും. ഇന്ന് അവരുടെ അതായത് ഇന്ന ആളുടെ മകനായ ഇന്ന അവരുടെ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നൽകിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കറക്റ്റാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും പുതിയ സ്കൂളിലേക്ക് മാറണം അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്ക് മാറണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ കോഴ്സിലേക്കോ അല്ലെങ്കിൽ പുതുതായിട്ട് കിട്ടിയ സ്കൂളിലേക്കോ എങ്ങോട്ടേക്കാണ് കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാരൻറ്റ് അവിടെ അത് കൺഫേം ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ജസ്റ്റ് ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു അതായത് ടിക്ക് മാർക്ക് വരും. അപ്പോൾ അതാണ് ചെക്ക് ബോക്സ്. അപ്പോൾ അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവുക. അപ്പോൾ അത് ആക്റ്റീവ് ആയ ശേഷം നിങ്ങൾ കൺഫേം ചെയ്യും മുമ്പായിട്ട് ഒന്നുകൂടി നിങ്ങൾ വെച്ച ഓപ്ഷൻസ് ഒക്കെ ഒന്നുകൂടി പരിശോധിക്കുക. എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ, സ്കൂൾ മാറിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കോഴ്സ് മാറിപ്പോയിട്ടുണ്ടോ, ഇതൊരു 2-3 പ്രാവശ്യം ചെക്ക് ചെയ്യുക. കാരണം അഥവാ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. ഇനി മാറ്റമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അവിടെയുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും സ്കൂൾ കോഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ് എന്ന് കൺഫേം ചെയ്ത ശേഷം മാത്രം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാം നോക്കിയിട്ടൊന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ കൺഫേമിൽ ക്ലിക്ക് ചെയ്യാവൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അതായത് ചിലപ്പോൾ ആ ഒരു സെയിം സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കായിരിക്കും അല്ലെങ്കിൽ വേറെ സ്കൂളിലേക്കായിരിക്കും, വേറെ സ്കൂളിലെ വേറെ കോഴ്സിലേക്കായിരിക്കും. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ ജോയിൻ ചെയ്യാം. അത് പ്രത്യേകിച്ച് വീണ്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആ ഒരു സ്കൂളിലെ ആ ഒരു ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതേസമയം നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതി. അത് നിങ്ങളോട് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയും എന്തെങ്കിലും എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി എന്തെങ്കിലും എക്സ്ട്രാ ഫീസ് ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ നിലവിലെ സ്കൂളിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരികെ നിങ്ങൾക്ക് തരും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പുതുതായിട്ട് കിട്ടിയ സ്കൂൾ ഏതാണോ അവിടെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുക. ഇത്ര മാത്രമാണ് ഇതിൻ്റെ പ്രോസസ്സ് ഉള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ട്രാൻസ്ഫറിന് നിങ്ങൾ വേണമെങ്കിൽ മാത്രം കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് സ്കൂളോ കോഴ്സോ മാറിപ്പോയിട്ടില്ല എന്നുള്ളത് ഒരു 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത ശേഷം മാത്രമേ കൺഫർമേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.